ഗൾഫ് വെയിറ്റിലേക്ക് വിശദമായി. UAE-യിൽ ഇന്ധന വിലയിൽ കുറവ്. സൂപ്പർ 98 പെട്രോൾ ലിറ്ററിന് ഏപ്രിൽ മുതൽ 3 ദിർഹം 1 ഫിൽസ് നൽകണം. മാർച്ചിൽ ഇത് 3 ദിർഹം 9 ഫിൽസ് ആയിരുന്നു. സ്പെഷ്യൽ 95 പെട്രോൾ 2 ദിർഹം 90 ഫിൽസും E+91 പെട്രോൾ ലിറ്ററിന് 2 ദിർഹം 82 ഫിൽസുമാണ് നൽകേണ്ടത്. മാർച്ചിൽ ഇത് യഥാക്രമം 2 ദിർഹം 97 ഫിൽസും 2 ദിർഹം 90 ഫിൽസുമായിരുന്നു. ഡീസൽ വിലയിലും കുറവുണ്ട്. മാർച്ചിൽ ലിറ്ററിന് 3 ദിർഹം 14 ഫിൽസായിരുന്ന ഡീസൽ വില ഏപ്രിലിൽ 3 ദിർഹം 3 ഫിൽസായി മാറി. ഷാർജയിൽ നിന്നും ദുബായിൽ നിന്നും സർവീസ് നടത്തിയിരുന്ന എയർ ഇന്ത്യക്ക് പകരം എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് നടത്തും. കേന്ദ്ര വ്യോമയാന മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ MP അബ്ദുൾ സമദ് സമദാനിയെ അറിയിച്ചതാണ് ഇക്കാര്യം. ഷാർജയിൽ നിന്നും കോഴിക്കോട്ടേക്ക് നിലവിൽ രാത്രി 11:45 എയർ ഇന്ത്യ സർവീസ് ഉള്ളത്. ഇതിനു പകരം എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് നടത്തും. എന്നാൽ സമയത്തിൽ വ്യത്യാസമുണ്ട്. രാത്രി 12:30 പുറപ്പെട്ട് പുലർച്ചെ 5:50 കോഴിക്കോട്ടെത്തുന്ന രീതിയിലാണ് ക്രമീകരണം. UAE-യിൽ പുതിയതായി നിയമിതരായ ഭരണാധികാരികൾക്ക് അഭിനന്ദനം അറിയിച്ച് UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും പുതുതലമുറയിലെ ഭരണാധികാരികളായ നിങ്ങളിലൂടെ യാത്ര തുടരുമെന്നാണ് ട്വിറ്ററിൽ അദ്ദേഹം കുറിച്ചത്. ദുബായ് കിരീടാവകാശിയും എക്സിക്യൂട്ടീവ് ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമും പുതിയ ഭരണാധികാരികൾക്ക് അഭിനന്ദനം അറിയിച്ചിട്ടുണ്ട്. 4 നിയമനങ്ങളാണ് ബുധനാഴ്ച UAE പ്രസിഡന്റ് പ്രഖ്യാപിച്ചത്. UAE ഫെഡറൽ സുപ്രീം കൗൺസിലിന്റെ അംഗീകാരത്തോടെയാണ് നിയമനങ്ങൾ. UAE ഉപപ്രധാനമന്ത്രിയും പ്രസിഡൻഷ്യൽ കോടതി മന്ത്രിയുമായ ഷെയ്ഖ് മൻസൂർ ബിൻ സായിദ് അൽ നഹ്യാനെയാണ് UAE വൈസ് പ്രസിഡന്റായി നിയമിച്ചത്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിനൊപ്പം ഷെയ്ഖ് മൻസൂറും പുതിയ ചുമതല വഹിക്കും. UAE പ്രസിഡന്റിന്റെ മൂത്ത മകനായ ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനെയാണ് അബുദാബി കിരീടാവകാശിയായി നിയമിച്ചത്. അബുദാബിയിലെ ഉപഭരണാധികാരികളായ ഹസ ബിൻ സായിദിനെയും തഹ്നൂർ ബിൻ സായിദിനെയും ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂസ് 18 ദുബായ്.